അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയിരവല്ലി റോക്ക് പോയിന്റിലാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു കിടലും പുഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാഴ്ചകളൊക്കെയാണ് നമ്മൾ പകർത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് ചെയ്താൽ വരാൻ വേണ്ടി പറ്റും. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് പറയാം. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഇവിടുത്തെ സ്ഥലമുണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ വരാനുള്ള സെർച്ച് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആയിരവല്ലി റിവർ പോയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലത്ത് വരാനുള്ള ആ ഒരു വഴി കാണിക്കും. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഒരു 8:30-9 മണിയൊക്കെ ആയി. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ അപകട സാധ്യത ബോർഡാണ്. ഈ ബോർഡ് എത്ര പ്രധാനമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ കാഴ്ചകൾ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പേര് ആയിരവല്ലി ക്ഷേത്രം എന്നാണ്. അപ്പോൾ ഇതൊരു ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു ആർച്ച് എൻ്റെ മുന്നിലുണ്ട്. ആ ആർച്ചിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്തിയപ്പോൾ 9 മണിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാരും ഇല്ല. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ നല്ലതുപോലെ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ആയിരവല്ലി കാവ് എന്നുള്ള ഈ കാവ് അഥവാ കടവ് എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം. അപ്പോൾ എന്തായാലും ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു ഹാപ്പിയെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്നാലും ഈ കാണുന്ന ഈ ഒരു പുഴയുണ്ടല്ലോ, അതിമനോഹരമാണ് കാണാൻ വേണ്ടി. ഇപ്പോൾ ആര് കണ്ടാലും നമുക്ക് കൊതിയൊക്കെ തോന്നും ഈ പുഴയിലോട്ട് ഇറങ്ങാൻ വേണ്ടി. പക്ഷേ ഈ കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല മഴ സമയമായതുകൊണ്ട് ഞാനപ്പോഴും ഇവിടെ നിന്ന് ഉള്ള കാഴ്ചകളൊക്കെ എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. പുഴ നിറഞ്ഞ് കവിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ നിറഞ്ഞ് കവിഞ്ഞ് വരുന്നത് കൊണ്ട് പുഴയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഞാനപ്പോഴും ഇതിൻ്റെ ഈ ഒരു കാഴ്ചകളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പുഴയുടെ കാഴ്ചകളൊക്കെ എത്ര കണ്ടിട്ടും മതി വരാതെ നിൽക്കുകയാണ്. നമുക്കപ്പോൾ ഈ പുഴ കാണുമ്പോൾ നമുക്ക് നല്ലൊരു പ്രത്യേക ഒരു ഫീൽ കിട്ടും. കാരണം മഴ പെയ്ത് ഇത്ര വെള്ളമൊക്കെ നിറഞ്ഞ് വരുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കൂടെ നല്ലപോലെ പകർത്തിയെടുക്കുകയാണ്. ഇപ്പോൾ 2 പുഴകൾ ഇങ്ങനെ വന്നിറങ്ങുന്ന പോലത്തെ ആ ഒരു ലുക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഈ വീഡിയോ പകർത്തുന്ന ഈ ഒരു ക്യാമറ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമറയല്ല, ഫോണാണ്. ഇത് സാംസങ് M30 തന്നെ ഫോണാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ വണ്ടിയിലാണ്. ആ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെർഗ്മാൻ T25 ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ യാത്രയ്ക്കും നമ്മൾ ഈ വണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കാര്യം നല്ലൊരു പ്ലേസ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയേറെ നമുക്ക് ഒരു കുളിർമയേകുന്നൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ബലിക്കടവൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഈ വാവിനൊക്കെ ഈ ബലിയിടുന്ന ഈ ഒരു സ്ഥലം ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ കാറ്റിടം കിടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന ഈ പുഴയുണ്ടല്ലോ, വളരെ അപകടകരമായ ഒരു പുഴയാണ്. ഈ കാണപ്പോഴുള്ള ഭംഗിയൊന്നും ഇതിൽ ഇറങ്ങപ്പോയില്ല. കാരണം ഈ കാണുന്നവരെല്ലാം ഈ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ ശ്രമിച്ച് മരിച്ചുപോയവരാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും എവിടെയെങ്കിലും പോകുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള ബോർഡുകൾ ശ്രദ്ധിച്ചിട്ട് അവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുകയാണ്. ദയവ് ചെയ്ത് ഇറങ്ങരുത്. കാരണം ഒരു ജീവൻ പോയാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് നമുക്ക് ഏത് സ്ഥലത്തും പോകാം. നമുക്കിപ്പോൾ ആ സ്ഥലത്തിലെ ആ ഒരു വീഡിയോസും എല്ലാം നമുക്ക് എടുക്കാം. പക്ഷേ അവർ പറയുന്ന ആ ഒരു പരിധിക്കപ്പുറം നമ്മൾ പോകാതിരിക്കുന്നതാണ് നമ്മുടെ നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞാൻ കുറേ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് ഒരു റോഡുണ്ട്. ആ റോഡെന്ന് വെച്ചാൽ പ്രൈവറ്റ് റോഡാണ്. ആ വഴിയിൽ ഒരു 12 തൊട്ട് 2 വരെ പാറക്കോര ഉള്ളതുകൊണ്ട് പാറ പൊട്ടിക്കും. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ആ റോഡ് വഴി ഈ കാഴ്ചകളെടുക്കാൻ മുന്നോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും വന്നത് 11 മണിക്കൊക്കെ ആയതുകൊണ്ട് എനിക്കപ്പോൾ എന്തായാലും മുന്നോട്ട് വന്ന് ഈ കാഴ്ചകളോടെ പകർത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്, നിറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിള്ളിയാറ് തന്നെയാണ്. അപ്പോൾ കിള്ളിയാറിൻ്റെ ഇടയ്ക്കുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോൾ അടുത്ത് ഈ ആയിരവല്ലി കടവ് അല്ലെങ്കിൽ ആയിരവല്ലി വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാറക്കോറി ഉള്ളത് കൊണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ ഹോളോ ബ്രിക്സ് കല്ലുണ്ടാക്കുന്ന കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. അതിൻ്റെ തൊട്ടടുത്താണ് കാര്യം. ഈ ആയിരവല്ലി കടവിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുന്നിലുള്ള റോഡ് മുന്നിലോട്ട് വന്നതിന് ശേഷം അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകത്താണ് ഈ കാണുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ എന്തായാലും കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്
ഞാൻ ഈ കാഴ്ച നിങ്ങളിലേക്ക് കാണിക്കുന്നത്. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടോ? അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല കാറ്റാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു തണുപ്പുണ്ട്. ഒരു തണുത്ത ഒരു കാറ്റും ഒരു തണുപ്പ് ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ പകർത്തി ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ പൂർണ്ണമായി പകർത്തി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അവിടെ ക്ഷേത്രത്തിനോടെ പോയി അവിടുത്തെ ഫുൾ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് വന്നിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സൂപ്പർ യാത്രയായിരുന്നു. ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ട്രാവലിംഗ് വീഡിയോസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് കണ്ടല്ല ഞാൻ വീണ്ടും വരും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.